അനാഥരും അവശരുമായ രോഗികളെ മൃതദേഹങ്ങളോടൊപ്പം കിടത്തിയ സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് അന്വേഷണ വിധേയമായ 2 ജീവനക്കാരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ആശുപത്രി സന്ദർശിച്ചത്. വിവാദങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുമെന്നും വാർഡിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം മുൻകൂട്ടി അറിഞ്ഞ് പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ എത്തിയിരുന്നു. 9-ാം വാർഡിന് മുന്നിൽ ധർണ ചെയ്ത AYF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നീട് പ്രതിഷേധവുമായി DYFI പ്രവർത്തകരും രംഗത്തെത്തി. ഇതിനിടെ ആശുപത്രിയിലെത്തിയ മന്ത്രി പ്രതിഷേധം ഭയന്ന് വാർഡ് സന്ദർശിക്കാതെ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിലിരുന്നു. തുടർന്ന് DYFI നേതാക്കളുമായി മന്ത്രി ചർച്ച നടത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രി പരിസരത്ത് 100-ലേറെ കട്ടിലുകൾ മഴയും വെയിലുമേറ്റ് നശിക്കുകയാണ്. പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ രോഗികൾക്ക് കിടത്തി ചികിത്സ ഒരുക്കാൻ സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് ഈ അനാസ്ഥ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സൊസൈറ്റി പേ വാർഡിന് സമീപത്ത് 2 ഇടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന കട്ടിലുകളുടെ ദൃശ്യമാണിത്. ഒടിവോ കേടോ പറ്റാത്ത ഈ കട്ടിലുകൾ വെയിലും മഴയുമേറ്റ് ഉപയോഗശൂന്യമാവുകയാണ്. പല കട്ടിലിലും മരങ്ങൾ കിളിർത്തു തുടങ്ങി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ കട്ടിലിനടിയിലും നിലത്തും വരാന്തയിലുമായി 100 കണക്കിന് രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുമ്പോഴാണ് ആശുപത്രി അധികൃതരുടെ ഈ അനാസ്ഥ. പകർച്ചപ്പനി ചികിത്സാർത്ഥം കട്ടിലുകൾ ഉൾപ്പെടെ കിടത്തി ചികിത്സാ സൗകര്യമൊരുക്കാൻ RSBY ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഫണ്ടും ചെലവഴിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും ഈ കട്ടിലുകൾ ഉപയോഗപ്രദമാക്കാൻ പക്ഷേ നടപടിയില്ല.